സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ എന്തായാലും വരുണ് എന്തായാലും വിദ്യയോട് കാര്യങ്ങളെല്ലാം തന്നെ തിരക്കുന്നുണ്ട്. കൺമണി എങ്ങോട്ടേക്കാണ് പോയത്? നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണല്ലോ. അവൾ എങ്ങോട്ടാണ് പോയത്? ഇടയ്ക്ക് പോകുന്നത് എങ്ങോട്ടേക്കാണ്? ഓ, അത് നിങ്ങൾക്കറിയില്ലേ? ക്രിസ് സാറിൻ്റെ അനിയത്തി ആക്സിഡൻറ്റ് പറ്റി അഡ്മിറ്റാണ്. അവിടേക്ക് തന്നെ ക്രിസ് സാറിൻ്റെ കൂടെ തന്നെ പോയിരിക്കുകയാണ് കൺമണി എന്നൊക്കെ പറയാണ്. അല്ലെങ്കിലും എപ്പോഴും കൃഷ്ണൻ്റെ കൂടെ തന്നെയാണല്ലോ കൺമണിയുടെ യാത്ര. നിങ്ങൾ അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ? നിങ്ങൾ തമ്മിലുള്ള എൻഗേജ്മെൻറ്റും കഴിഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഒരിക്കലും തന്നെ കൺമണി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നിങ്ങളോട് പറയാത്തത് എന്താണെന്നൊക്കെ വിദ്യ കുത്തി തന്നെയാണ് വരുണിനോട് ചോദിക്കുന്നത്. വരുണിന് അപ്പോൾ ഒന്നും കൂടെ ദേഷ്യം വരികയാണ്. എപ്പോഴും ഇവൾ എന്തിനാ കൃഷ്ണൻ്റെ കൂടെ പോകുന്നത് എന്ന് ആലോചിച്ചിട്ട്. അതിനുശേഷം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, ഞാൻ അത്രേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞ് വിദ്യ അങ്ങോട്ടേക്ക് പോകുന്നു. ആ സമയത്താണ് അവിടേക്ക് അമ്മായിമാർ വരുന്നത്. മോനെ, നിൻ്റെ കാര്യം വളരെയധികം കഷ്ടത്തിലാണ്. കാരണം നീ എന്നും ഇവിടെ ഒപ്പിടാൻ വരുന്നത് പോലെയാണ്. രാവിലെയും വൈകുന്നേരവും വരും, പക്ഷേ ഒരു പ്രയോജനവുമില്ല. ഇവിടെ കൺമണിയെ നിനക്ക് കാണാനും പോലും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കും കൃഷ്ണൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് അവരും എരിപിരി കൂട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ദേഷ്യത്തോടു കൂടി തന്നെ വരുണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ആ സമയത്ത് തന്നെയാണ് കൺമണിയും കൃഷ്ണും എന്തായാലും റിസപ്ഷനിൽ നിന്ന് ബില്ല് സെറ്റിൽ ചെയ്യാനായിട്ട് പോകുന്ന സമയത്താണ് ബലരാമൻ അതുവഴി വരുന്നത്. അവർ കാണാതെയാണല്ലോ സാഗറിൻ്റെയും സുജാതയുടെയും അടുത്തേക്ക് ചെന്നത്. എന്തായാലും അവർ കാണാതെ തന്നെ തിരിച്ചും പോവുകയാണ്. അതിനുശേഷം തന്നെ അവിടെ ഒരു സ്റ്റാഫ് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ ഇവിടെ വന്ന് ബുദ്ധിമുട്ടേണ്ട യാതൊരു തരം ആവശ്യമില്ല. കാരണം ഇത് തന്നെ കൃപയുടെ എല്ലാ ചികിത്സാ ചിലവും മാനേജ്മെൻറ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞു. എന്ത് കാര്യത്തിനും ഞങ്ങൾ അങ്ങോട്ട് വന്ന് നിങ്ങൾ സഹായിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ കൺമണി പറയുന്നുണ്ട്, എന്തായാലും സാഗർ സാറിൻ്റെ പരിചയത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും, അതുകൊണ്ടായിരിക്കും നമുക്കിതെല്ലാം തന്നെ ഇവർ ചെയ്തു തരാം എന്ന് പറയുന്നത്. ഇല്ല, അച്ഛനൊരിക്കലും ഇവിടെ ഒരു നല്ലൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല, ഇത് വേറെ എന്തോ ആണ് എന്ന് ചോദിക്കുന്നു. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം സാറും അതുപോലെ കൺമണി കൂടി അങ്ങോട്ട് പോവാം കേട്ടോ. അതിനുശേഷം തന്നെ വരുണ് വേഗം വന്ന് കൺമണിയെ കൈ പിടിക്കുന്നുണ്ട്. നീ എന്തിനാ കൺമണി എപ്പോഴും ഇവൻ്റെ കൂടെ നടക്കുന്നത്? നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ഞാനല്ലേ, എന്നിട്ട് എന്തിനാണ് കൃഷ്ണൻ്റെ കൂടെ എപ്പോഴും? നീ എന്താണ് ഈ ഹോസ്പിറ്റലിൽ? ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കമ്പനിയിലേക്ക് പോയപ്പോൾ അവിടെ നീയില്ല. നീ അപ്പോൾ കൃഷ്ണൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നതെന്നുണ്ടെന്ന് അമ്മായിമാർ പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും ദേഷ്യം വന്നു എന്നൊക്കെ വരുൺ പറയാണ്. അപ്പോഴത്തേനും എന്താ വരുൺ കാണിക്കുന്നത്? നീ ഒന്നും മിണ്ടരുത്. കാരണം ഇയാളുടെ കൂടെ നീ എപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയാണോ കൺമണി? കാരണം നീ എൻ്റെ പെണ്ണല്ലേ എന്ന രീതിയിലൊക്കെ വരുൺ അവിടെ വെച്ച് പറയുന്നുണ്ട്. അപ്പോൾ കൃഷി പറയുന്നുണ്ട്, ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് വരുൺ. നീ എപ്പോഴും ഇങ്ങനെ സംസാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ മാത്രം ഒന്നും സംഭവിക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഇവളെയും കൊണ്ട് നടക്കാൻ നിനക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടാളും തമ്മിൽ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അപ്പോഴും നീ വരും, ഇവളെ കാറിൽ കയറ്റി കൊണ്ടുപോകും. ഇതൊന്നും എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുണും അതുപോലെ കൃഷ്ണും സംസാരിക്കുമ്പോൾ കൺമണി വരുണിനെയും കൂട്ടി പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, വരുൺ നീ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? നീ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാളാണെന്നൊക്കെയല്ലേ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്നാണോ ഇങ്ങനെ കാണിക്കുന്നത്? നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് പേടിയാണെന്ന് കൺമണി പറയുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, എന്താ കൺമണി ഈ പറയുന്നത്? നീ എപ്പോഴും കൃഷിൻ്റെ കൂടെ പോകുന്നത് എന്തിനാണ്? അവിടുത്തെ ചെയർമാൻ്റെ മകളാണ് ഇവിടെ ആക്സിഡൻ്റായി കിടക്കുന്നത്. എനിക്ക് അവിടുത്തെ ഒരു സ്റ്റാഫ് എന്ന നിലയിൽ എനിക്ക് ഇവിടെ വന്ന് അന്വേഷിച്ചേ പറ്റുള്ളൂ. അതിന് വരുൺ എന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ്. കാരണം വരുൺ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക? ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് താമസിക്കേണ്ടവരല്ലേ നമ്മൾ? കൺമണി വരുണിനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുമ്പോൾ വരുൺ എന്തോ സൈക്കോ പോലെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ കൺമണി, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല. ഇനി എന്തായാലും കൺമണി തിരിച്ച് അങ്ങോട്ട് പോയിക്കോ, അല്ലെങ്കിൽ ഇതൊന്നും ശരിയാവില്ല. ഞാൻ വേണമെങ്കിൽ കൃഷ്ണൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, ഇനി ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. വരുൺ പറയുന്നു, എന്തായാലും കൺമണിക്ക് ദേഷ്യപ്പെടാനൊക്കെ അറിയാമല്ലേ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഏത് സാഹചര്യത്തിലും സംസാരിക്കാൻ അറിയാൻ വരുൺ എന്ന് പറയുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ കൃഷിൻ്റെ അടുത്ത് കൊണ്ടുപോയി ആക്കാം. വേണ്ട, നമുക്ക് തിരിച്ചു പോകാം. എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടത്തണം കൺമണി, എന്നാലേ ശരിയാവുള്ളൂ എന്നൊക്കെ കൺമണി വരുണിനടുത്ത് സംസാരിക്കുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ വീണ്ടും നമ്മുടെ സാഗറിനെയും സുജാതയും കാണിക്കുന്നുണ്ട്. കൃഷി വന്നിട്ട് ശേഷം പറയുന്നുണ്ട്, എന്താ വെച്ചാൽ ബലരാമൻ ഞാൻ കാണാതെയാണോ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് തന്നെ ബലരാമൻ വന്നിരുന്നു മോനെ.
കാരണം അയാൾ കാരണം ഇവിടുത്തെ ചെയർമാൻ അടക്കം ഇവിടെ എന്നോട് വന്ന് സംസാരിച്ചു. ഇനി കൃപയുടെ എല്ലാ ചിലവും ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അതൊന്നും വേണ്ട, ഞാനില്ലേ അവളുടെ ഏട്ടനായിട്ട്, എൻ്റെ കഴിവ് പോരെന്ന് തോന്നിയിട്ടാണോ ഇപ്പോൾ ബലരാമനെ അവരുടെ ഏട്ടനായി സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോഴത്തേനും ആൻറ്റിയമ്മ പറയുന്നുണ്ട്, ശരിയാണല്ലോ, കൃഷിൻ്റെ സ്ഥാനം കൃഷിന് തന്നെ ഇരിക്കട്ടെ, അത് മറ്റൊരാൾ തട്ടിക്കൊണ്ട് പോകേണ്ട ഒരു ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു. ആൻറ്റിയമ്മ ഒന്നും മിണ്ടാണ്ടിരുന്നു എന്നൊക്കെ സാഗർ പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കൃഷാണെങ്കിലോ അമ്മയോടും അച്ഛനോടും നല്ല ദേഷ്യപ്പെടുന്നുണ്ട്. ഞാനല്ലാതെ വേറൊരു വലിയേടൻ അവൾക്ക് വേണ്ട, ഇത് ശരിയല്ല, ഇത് ചതിയാണ് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും സാഗറിന് ദേഷ്യം വരും കേട്ടോ. നീ ഒന്നും പറയാൻ നിൽക്കണ്ട, നീ അവനെ എപ്പോഴും ഇങ്ങനെ ദേഷ്യത്തോട് സംസാരിക്കേണ്ട യാതൊരു തരം ആവശ്യമില്ലെന്നൊക്കെ പറയുന്നു. അപ്പോൾ കൃഷ ചോദിക്കുന്നുണ്ട്, അതിങ്ങനെയൊക്കെ സംസാരിക്കാൻ അച്ഛൻ്റെ ആരാണ് അവൻ എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, എൻ്റെ മൂത്ത മകനാണെന്ന് വിചാരിച്ചോ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന കൃഷ്ണയാണ് കേട്ടോ കാണുന്നത്. അതിന് കൃഷ്ണ ആകെ സങ്കടം വരുന്നുണ്ട്. പക്ഷെ എന്നാലും കൃഷി എല്ലാം തന്നെ ഉള്ളിൽ ഒതുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ വീട്ടിലാണ് അങ്ങനെ ലഡുവൊക്കെ ആയിട്ട് വരിക കേട്ടോ. ആൻറ്റിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബലരാമൻ്റെ അമ്മ വരുന്നു. അതിനുശേഷം തന്നെ എന്താണ് മധുരമൊക്കെ, ഓ ആ കൃപ ഹോസ്പിറ്റലായതുകൊണ്ടാണല്ലേ, അതിൻ്റെ ഒരു ചിലവല്ലേ ഇതൊക്കെ എന്ന് പറയുന്നു. തീർച്ചയായും രാമന് കൊടുത്തോ എന്ന് പറയുമ്പോൾ അവനുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ ശരിയാണോ എന്ന രീതിയിൽ ചോദിക്കുകയാണ്. എന്തുകൊണ്ട് ശരിയല്ല, സ്വന്തം ചോരയല്ലേ ബലരാമനും അതുപോലെ കൃപയും എന്ന രീതിയിലൊക്കെ ആൻറ്റി ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലരാമൻ്റെ സ്വന്തം സഹോദരിയും സഹോദരനുമാണ് കൃഷും അതുപോലെ തന്നെ കൃപയും. അതിലെന്തോ ഒരു കഥയും അതിൽ മറഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അതിനുശേഷം തന്നെ പറയുന്നുണ്ട്, എനിക്ക് ചെറുപ്പം പണ്ട് മുതലേ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ് ഞാൻ, ഇങ്ങനെ വേണോ എന്ന രീതിയിൽ ഒരു കുറ്റബോധം തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. എനിക്ക് എന്ത് കുറ്റബോധമാണ് തോന്നുന്നത്? ഒരിക്കൽ അവൾ ഇപ്പോൾ സ്വന്തം അനിയത്തിയെ അവസാനിപ്പിച്ചു ബലരാമൻ, ഇനി സ്വന്തം അനിയനെയും അത് കഴിഞ്ഞിട്ട് അച്ഛനെയും അമ്മയും അങ്ങനെ എല്ലാവരെയും അവസാനിപ്പിക്കണം എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണ് പക അടങ്ങുകയുള്ളൂ എന്നൊക്കെ പറയുന്നത്. സ്വന്തം ചോരേതനെ ഇല്ലാതാക്കിയിട്ട് വേണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും ഒന്നും തന്നെ അവിടെ പറയാതെ ദേഷ്യപ്പെട്ട് നിൽക്കാട്ടോ കാണിക്കുന്നത്. എന്തായാലും സാഗറിൻ്റെ മൂത്ത മകനാണ് ബലരാമൻ എന്ന കാര്യത്തിൽ യാതൊരു തര സംശയമില്ല. എന്തായാലും പോകെ നമുക്ക് വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഇതിൻ്റെ ഫ്ലാഷ് ബാക്ക് എന്താണെന്നുള്ളത് പിന്നീട് കാണിക്കും. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷമൊക്കെ കഴിയുന്നത്.